ഡിയർ സ്റ്റുഡൻസ്, ആദ്യ 3 ദിവസം നടന്ന മത്സരങ്ങൾക്കൊടുവിൽ തുടർച്ചയായി 3 വർഷങ്ങൾ ചാമ്പ്യൻഷിപ്പ് നേടിയ ടൗൺ ഹയർ സെക്കൻഡറി സ്കൂൾ ആദ്യ റൗണ്ട് അവസാനിച്ചപ്പോൾ 18 പോയിന്റോടെ ഈ വർഷവും അവരുടെ സ്ഥാനം നിലനിർത്തിയിരിക്കുന്നു. പതിനാറ് പോയിന്റുകളോടെ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് സെന്റ് ജോസഫ് മെട്രിക്കുലേഷൻ ഹയർ സെക്കൻഡറി സ്കൂൾ. 15 പോയിന്റുകളോടെ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ലിറ്റിൽ ഫ്ലവർ ഹയർ സെക്കൻഡറി സ്കൂൾ. 11 പോയിന്റുകളുമായി ഹോളി ബെൽസ് മെട്രിക്കുലേഷൻ ഹയർ സെക്കൻഡറി സ്കൂൾ ഈ വർഷവും ഏറ്റവും പുറകിലാണ്. ഇത് ആദ്യ റൗണ്ട് ഫലങ്ങളാണ്. അവസാന റൗണ്ട് മത്സരങ്ങൾ വരുന്ന വെള്ളിയാഴ്ച നടക്കുന്നതാണ്. ഇനിയും എല്ലാവർക്കും ചാൻസ് ഉള്ളതിനാൽ വിജയിച്ചവർ ഉത്സാഹത്തോടും മറ്റുള്ളവർ വിജയിക്കാനുള്ള വാശിയോടും പങ്കെടുത്ത കപ്പുകൾ നേടി 1ാം സ്ഥാനം നേടണമെന്ന് സ്പോർട്സ് കമ്മിറ്റിക്ക് വേണ്ടി അറിയിക്കുന്നു. നാശങ്ങൾ വാരി കയറ്റിക്കൊണ്ട് ഓടാൻ പോകുന്നു. കോമ്പൗണ്ടിൽ പോലും കാണാറില്ല. അനൗൺസ് ചെയ്യുമ്പോഴാണ് 4 ഓടി വരുന്നത്. അങ്ങനെ 4 പോയിന്റ് പോയി. നീയൊക്കെ കുറെ ഉണ്ടാക്കും. പെമ്പിളർ ലോങ് ജമ്പിൽ 8 അടി വരെ ചാടിയെ. നീയൊക്കെ ഫൗൾ എടുത്ത് പോയിന്റ് കളഞ്ഞില്ലടാ. വഴക്ക് തുടങ്ങിയടാ. ഇവന്മാർക്ക് പകരം സബ് ജൂനിയേഴ്സിന് കൂട്ടായിരുന്നു 4 പോയിന്റ് കൂടുതൽ കിട്ടിയത്. അതെ LKG പിള്ളേരെ കൊണ്ടുവന്ന നിങ്ങളാവും ചാമ്പ്യൻസ്. വഴക്കുടങ്ങടാ. അത്രയ്ക്ക് പറ്റുന്നില്ലേ കളഞ്ഞിട്ട് പോടാ. ഞങ്ങൾ വേറെ പിള്ളേരെ വെച്ച് വിൻ ചെയ്ത് കാണിച്ചതാ. നീയൊക്കെ മാറിക്കോ. നിനക്കൊക്കെ അല്ലേ പ്രശ്നം, ഞങ്ങൾ നോക്കിക്കോളാം. എന്താ വെച്ചാ അടി തുടങ്ങാത്ത ഡയലോഗേ ഉള്ളോ? മാനം കിട്ടന്മാരോട് സംസാരിച്ചാൽ നമ്മുടെ മാനം പോകും. പടാ പോ. മര്യാദക്ക് സംസാരിക്കും. അടിച്ച് ശരിയാക്കും ഞാൻ. നമുക്ക് നോക്കണം. ഇതെന്താ സ്കൂൾ ഗ്രൗണ്ടോ അതോ ചന്തയോ? വാട്ട്സ് ദിസ് മാഡം? നിങ്ങളുടെ കുട്ടികൾക്ക് ഡിസിപ്ലിൻ എന്താണെന്ന് അറിയില്ലേ? വെറും ചന്ത പിള്ളേരെ പോലെ പെരുമാറുന്നു. ഞാൻ ഇതുപോലെയുള്ള കുട്ടികളെ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. ഇവരെ എല്ലാം പിടിച്ച് അകത്തിടണം, എങ്കിലേ ബുദ്ധി വരത്തുള്ളൂ. സർ, അവർ ഇമോഷണലി അല്പം അതെല്ലാം സ്പോർട്സിൽ കാണിക്കണം, അല്ലാതെ ചന്ത പിള്ളേരെ പോലെ ഇങ്ങനെ പെരുമാറരുത്. ഞാൻ നേരത്തെ ഒരുപാട് കേട്ടിട്ടുണ്ട് നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ സ്കൂളിനെ കുറിച്ചും. കുട്ടികൾക്ക് ഒരുപാട് ഫ്രീഡം കൊടുത്താ ഇങ്ങനെയൊക്കെ സംഭവിക്കും. നമ്മളെ നിയന്ത്രിക്കാൻ വലിയ മിടുക്ക. അതുപോലെ കുട്ടികളെ ഒന്ന് നിയന്ത്രിച്ചിരുന്നെങ്കിലോ ഇതുപോലെ സംഭവിക്കോ? സർ, പ്ലീസ് മൈൻഡ് യുവർ വേർഡ്സ്. എന്താ അയാൾ പറഞ്ഞതിൽ എന്താ തെറ്റ്? ഇതുവരെ പഠിപ്പിലോ സ്പോർട്സിലോ ഒരു ചെറിയ കപ്പെങ്കിലും നിങ്ങൾ സ്കൂൾ വാങ്ങിയിട്ടുണ്ടോ? ഇല്ല ഇല്ല ഇല്ല. വെറുതെ ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. ആദ്യം കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കണമെന്ന് നിങ്ങൾ പഠിക്കും. ഇവർ ചെയ്യുന്നതിനെല്ലാം സപ്പോർട്ട് ചെയ്യാതെ നിങ്ങൾ സ്വയം ഒരു മാറ്റം വരുത്തും. നിങ്ങളുടെ ട്രീറ്റ്മെന്റ് പേഷ്യൻസിനടുത്ത് വർക്കൗട്ട് ആവും, സ്റ്റുഡൻസിനടുത്ത് വില പോകില്ല. ലുക്ക് ഹിയർ മാഡം, ഇതിനി ഒരു തവണ കൂടി ആവർത്തിച്ചാൽ ഐ വിൽ ടേക്ക് ഡിസിപ്ലിനറി ആക്ഷൻ. ഇത്രയും നാളും നമ്മുടെ സ്കൂളിന്റെ ഉള്ളിൽ തന്നെ എല്ലാ തെറ്റുകളും ചെയ്തിരുന്നേ. ഇപ്പോ ഇവിടെ വരെ എത്തി. വളരെ നല്ല പേരെ വാങ്ങി തന്നത്. നിങ്ങളിൽ എനിക്ക് ബാക്കിയുണ്ടായിരുന്ന വിശ്വാസം നഷ്ടമായി. എന്താ നിങ്ങൾക്കൊക്കെ ഒരു കുറവ്? നിങ്ങൾ 4 പേരും റണ്ണിങ്ങിൽ സ്റ്റേറ്റ് ലെവലിൽ വരേണ്ടവരാ. പക്ഷേ ഈഗോ, അഹന്ത, എപ്പോ നോക്കിയാലും വഴക്കും തമ്മിത്തല്ലും അല്ലേ? ഇപ്പൊ എന്തായി? എനിക്ക് മാത്രമല്ല, നമ്മുടെ സ്കൂളിന് വരെ അപമാനമായി. ഈ പ്രായത്തിൽ എന്തിനാണ് ഗ്രൂപ്പ്? യൂണിറ്റിയെ പറ്റി പല പ്രാവശ്യം പഠിച്ചതല്ലേ? എന്നിട്ട് പ്രാക്ടിക്കൽ ലൈഫിൽ വഴക്കിട്ടുണ്ട് നാണമില്ലാതെ നടക്കുന്നു. അല്ല, തെറ്റെന്റേത് തന്നെയാ. നീയൊക്കെ നന്നാവുമെന്ന് വിചാരിച്ച ഞാനാ വിഡ്ഢി. ഇപ്പൊ മനസ്സിലായി. തെറ്റുകൾ ക്ഷമിക്കാം, പക്ഷെ വീണ്ടും വീണ്ടും ക്ഷമിക്കുന്നത് വലിയ തെറ്റെന്ന് മനസ്സിലായി. താങ്ക് യു. താങ്ക് യു വെരി മച്ച്.
സുധ മാഡം. യെസ് മാഡം. ആരും എന്താ ക്ലാസ്സിൽ പോകാതെ ഇവിടെ കൂടി നിൽക്കുന്നേ? അല്ല മാഡം, എല്ലാവരും മേഡത്തെ കണ്ട് സോറി പറഞ്ഞേ പോകുള്ളൂ എന്നുള്ള പിടിവാശിയില്ല. ഈ കോമാളിത്തരമൊക്കെ നിർത്തിയിട്ട് വേഗം എല്ലാവരും അവരവരുടെ ക്ലാസ്സിൽ പോകാൻ പറയും. ഐ വോണ്ട് ഓൾ ഓഫ് ദം ക്ലിയർ റൈറ്റ് നൗ. ഓക്കെ മാഡം. എന്താ വച്ചാ പൂച്ച പുലിയെ പോലായല്ലോ. ഇവനാ മച്ചാ നമ്മുടെ രാജധാനി എക്സ്പ്രസ്. അപ്പൊ തടഞ്ഞേ പറ്റൂ. അതെ മച്ചാ, വിട്ടാ നമുക്ക് തന്നെയാ പ്രശ്നം. അവര് തന്നെയാ മാം പ്ലാൻ ചെയ്ത് വന്നടിച്ചതാ. ഞങ്ങൾ ഒന്നും ചെയ്തില്ല. സ്പോർട്സ്മാൻഷിപ്പ് എന്ന് വെച്ചാൽ എന്താണെന്നേ അറിയില്ല. ഇഡിയറ്റ്സ്. അവരുടെ കൂടെ ഇനി കളിക്കണ്ട. ഇതുവരെ കളിച്ചതൊക്കെ മതി. നാളെ നടക്കുന്ന ഫൈനൽ റേസിലും പങ്കെടുക്കണ്ട. അല്പം കൂടി ശക്തിയിലായിരുന്നെങ്കിൽ കാലൊടിഞ്ഞേനെ. നമ്മുടെ സ്കൂളിന് ട്രോഫി കിട്ടുന്നതല്ല മുഖ്യം, നിങ്ങളാ പ്രധാനം. ഫസ്റ്റ് ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. ഓക്കെ ഡോക്ടർ? യെസ് മാം. ഇപ്പൊ ഈ ടാബ്ലറ്റ് മതി. ഓക്കെ മാം. നല്ല വേദനയുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഇഞ്ചക്ഷൻ എടുക്കാം. ഓക്കെ. ടേക്ക് ഗുഡ് റെസ്റ്റ്. ഓക്കെ? ഓക്കെ മാം. ടേക്ക് കെയർ. അപ്പോ ഞാൻ വരാം ശങ്കർ. സത്യ, താങ്ക്സ്.
ഇപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്ന 400 മീറ്റർ റിലേ മത്സരത്തിൽ ആരാണ് ഒന്നാം സ്ഥാനത്തെത്തി ട്രോഫി നേടുന്നത് അവരായിരിക്കും ഈ വർഷത്തെ ചാമ്പ്യൻസ് എന്ന് വിവരം അറിയിച്ചുകൊള്ളുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥിനികളും മത്സരാർത്ഥികളെ കരഘോഷം മുഴക്കി പ്രോത്സാഹിപ്പിക്കാൻ താല്പര്യപ്പെടുന്നു. മത്സരങ്ങളിലൂടെ ആദ്യമായി ഹോളി വെൽസ് ഹയർ സെക്കൻഡറി സ്കൂൾ ചാമ്പ്യൻഷിപ്പ് പട്ടം നേടിയിരിക്കുന്നു. ജേതാക്കൾക്ക് സ്പോർട്സ് കമ്മിറ്റിയുടെ ആശംസകൾ. എങ്ങനുണ്ട്? വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലേ? ചന്തപ്പിള്ളേരെന്നോ മറ്റോ പറഞ്ഞിരുന്നല്ലോ. ഒരു ചെറിയ ചേഞ്ച്. ചന്തപ്പിള്ളേരല്ല, കുതിരകൾ. ഇതിപ്പോ വിദേശത്തായിരുന്നെങ്കിൽ ഷാമ്പയിൻ ചിടിച്ചാന്. നമ്മളൊരു കോളയ്ക്ക് വേണ്ടി വഴുന്നീല അലഞ്ഞില്ലേ? അതൊക്കെ പോട്ടും പച്ചാ, നീ കാര്യത്തിലേക്ക് കിടക്ക്. ഈ ഷാമ്പയിൻ ഒന്നും നിനക്ക് താങ്ങത്തില്ല. ഗ്രേറ്റ്. ഇത്രയൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്താ കേക്കാണോ മാം? അത് ഇനിയും ഒരുപാടുണ്ട്. നമ്മുടെ സ്കൂളിന് കിട്ടിയ ട്രോഫി ഒന്നും വലിയ കാര്യമല്ല. നിങ്ങൾ ഒന്നിച്ചു നിന്ന് ആരാന്ന് കാണിച്ചു കൊടുത്തില്ലേ, അതാണ് ഗ്രേറ്റ്. നിങ്ങളെല്ലാം മോശമായി കണ്ടവരെ കപ്പ് നേടി നിങ്ങൾ നേരിട്ടു. ഇതേപോലെ നിങ്ങൾ ഒരുമിച്ച് നിന്നാൽ ആരും നിങ്ങളെ തോൽപ്പിക്കില്ല. വളരെ സന്തോഷമായി. ഈ ഐക്യം എന്നും ഉണ്ടാവണം. ബൈ ദ വേ, ഇത് ഫൈനൽ ഇയറാ. എക്സാം വരാൻ പോകുന്നു. ഡോണ്ട് വറി മാം, എക്സാമിനും ഇതേ ഒത്തൊരുമയോട് ഒരേ ബെഞ്ചിൽ നിന്ന് പേപ്പർ ഷെയർ ചെയ്തോളാം മാം. ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാം നല്ല കുട്ടികളായി അഭിനയിക്കും. എൻജോയ് ചെയ്യില്ല. സോ ഞാൻ പോന്നു. ഹാവ് എ ഗ്രേറ്റ് ടൈം.